ഓ സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാം. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ പഞ്ചസപ്തതിതമോധ്യായഃ. 75-ാമത്തെ അധ്യായമാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പഠിച്ചത് രാജസൂയ, യുധിഷ്ഠിരൻ നടത്തുന്ന രാജസൂയ യാഗത്തെ പറ്റിയാണ്. അപ്പൊ രാജസൂയ യാഗം കൃഷ്ണന്റെ അനുഗ്രഹത്താൽ നല്ല രീതിയിൽ നടന്നു. ഈ രാജസൂയ യാഗത്തിന്റെ ഐശ്വര്യ സമൃദ്ധിയെയും യാഗാദി കർമ്മങ്ങളെയും കണ്ട് മനുഷ്യരും ദേവന്മാരും സകല ജീവജാലങ്ങളും സന്തോഷിച്ചു. സന്തോഷ സൂചകമായി എല്ലാവരും വാദ്യഘോഷങ്ങൾ മുഴക്കി. പക്ഷെ ദുര്യോധനൻ മാത്രം സന്തോഷിച്ചില്ല. എല്ലാവരും ഗംഗയിൽ പോയി സ്നാനം ചെയ്തു. യുധിഷ്ഠിരനും പാഞ്ചാലിയും ഗംഗയിൽ സ്നാനം ചെയ്തു. ദേവന്മാരും പിതൃക്കളും മനുഷ്യരും എല്ലാം പുഷ്പവൃഷ്ടി നടത്തുകയും ചെയ്തു. ഇത്രയും ഭാഗമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 1. രാജോവാച അജാതശത്രോസ്തം ദൃഷ്ട്വാ രാജസൂയമഹോദയം സർവേ മുമുദിരേ ബ്രഹ്മൻ നൃദേവായേ സമാഗതാഃ. അജാതശത്രോഃ തം ദൃഷ്ട്വാ രാജസൂയം മഹോദയം സർവേ മുമുദിരേ ബ്രഹ്മൻ. ബ്രഹ്മജ്ഞാനിയായുള്ളവനെ. പരീക്ഷിത്ത് രാജസൂയത്തെ പറ്റിയൊക്കെ ശ്രീശുക മഹർഷി വർണ്ണിച്ചപ്പോൾ ഒരു സംശയം ചോദിക്കുകയാണ്. അല്ലയോ ബ്രഹ്മൻ, ബ്രഹ്മജ്ഞാനിയായുള്ള ശുഗമഹർഷിയെ, അജാതശത്രോഹോ അജാതശത്രു എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ ജയിച്ചവൻ യുധിഷ്ഠിരൻ. ഇപ്പൊ രാജസൂയത്തില് എല്ലാ ശത്രുക്കളെയും ജയിച്ചല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അജാതശത്രു എന്ന് പേര് കിട്ടിയത് യുധിഷ്ഠിരന്. തം രാജസൂയ മഹോദയം, ആ രാജസൂയ മഹോദയത്തെ ദൃഷ്ടുവാ കണ്ടിട്ട്, യുധിഷ്ഠിരന്റെ ഈ രാജസൂയത്തിന്റെ പ്രൗഢിയും ഐശ്വര്യവും ഒക്കെ കണ്ടിട്ട് സമാഗമിച്ചവർ, അവിടെ എത്തിച്ചേർന്നവരായ നൃദേവ മനുഷ്യരും ദേവന്മാരും യാതൊരുവരോ സർവേ അവരെല്ലാവരും, ഇപ്പൊ മനുഷ്യരും ദേവന്മാര് രാജാക്കന്മാര് കുറെ ആൾക്കാർ എത്തിയിട്ട് ഋഷിമാര്, ഇവരെല്ലാവരും സർവേ എല്ലാവരും മുമുദിരേ എല്ലാവരും സന്തോഷിച്ചു. ഇപ്പം നേരത്തെ പറഞ്ഞു, പണ്ട് വരുണൻ നടത്തിയിരുന്നത് പോലത്തെ യാഗമായിരുന്നു നടത്തിയിരുന്നത്. പാത്രങ്ങളെല്ലാം സ്വർണത്തിലുള്ളതായിരുന്നു. അത്ര പ്രൗഢിയായിരുന്നു. അതിന്റെ യാഗാദി കർമ്മങ്ങളെയും ഐശ്വര്യ സമൃദ്ധിയെയും കണ്ടപ്പോൾ അവിടെ വന്നു ചേർന്ന എല്ലാവരും, ദേവന്മാരും മനുഷ്യരും മറ്റുള്ള രാജാക്കന്മാരും എല്ലാവരും സന്തോഷിച്ചു. അജാതശത്രോസ്തം ദൃഷ്ട്വാ രാജസൂയ മഹോദയം സർവേ മുമുദിരേ ബ്രഹ്മൻ നൃദേവായേ സമാഗതാഃ. ശ്ലോകം 2. ദുര്യോധനം വർജയിത്വാ രാജാനാസൈർഷയസുരാഃ ഇത് ശ്രുതം നോ ഭഗവൻ തത്ര കാരണം ഉച്യതാം. ഭഗവാൻ, അല്ലയോ ഭഗവാനായുള്ളവനെ, ദുര്യോധനം വർജയിത്വാ, ദുര്യോധനനെ കൂടാതെ, അപ്പൊ ദുര്യോധനൻ ഒഴിച്ച്, ദുര്യോധനന് മാത്രം സന്തോഷം ഉണ്ടായില്ല, ദുര്യോധനെ ഒഴിച്ച് ഋഷികളോടുകൂടിയ സുരദേവന്മാരും രാജാക്കന്മാരും ഇത് എന്ന് ഞങ്ങളാൽ ശ്രുതം കേൾക്കപ്പെട്ടു. അപ്പൊ പരീക്ഷിത്ത് ചോദിക്കുകയാണ്, ദുര്യോധനന് മാത്രം ഈ രാജസൂയാഗത്തിൽ സന്തോഷമില്ല, ബാക്കി അവിടെ എത്തിച്ചേർന്ന എല്ലാ പേർക്കും, ഋഷിമാർക്കും രാജാക്കന്മാർക്കും എല്ലാം സന്തോഷമായി എന്ന് ഞാൻ കേട്ടു. തത്ര അതിൽ കാരണം, അതിന്റെ കാരണം ഉച്യത പറയാമോ? അപ്പൊ ദുര്യോധനൻ മാത്രം സന്തോഷമില്ലാതിരിക്കാൻ കാരണമെന്ത് എന്ന് പരീക്ഷിത്ത് ശ്രീശുകനോട് ചോദിക്കുകയാണ്. ദുര്യോധനം വർജയിത്വാ രാജാനാസ ഋഷയസുരാഃ ഇത് ശ്രുതം നോ
ഭഗവൻ ഭഗവം എന്നുള്ളത് നമ്മൾ അന്വയിച്ച് പറയുമ്പോൾ ഭഗവൻ എന്ന് വരും. ഭഗവൻ തത്ര കാരണം ഉച്യതാം ഋഷിർവാചാം പിതാമഹസ്യ തേ യജ്ഞേ രാജസൂയേ മഹാത്മനഃ ബാന്ധവാ പരിചര്യായ തസ്യാസൻ പ്രേമബന്ധനാക. അപ്പൊ ഋഷി എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രീശുകൻ പറയുകയാണ്, മഹാത്മനഃ തേ പിതാമഹസ്യ, മഹാത്മാവായിരുന്ന അങ്ങയുടെ പിതാമഹന്റെ, അതായത് പരീക്ഷിത്ത് എന്റെ പിതാമഹനാണ് ആര്? യുധിഷ്ഠിരൻ. അർജുനന്റെ മകന്റെ മകനാണല്ലോ പരീക്ഷിത്ത്. അപ്പോ ആര്? മുത്തച്ഛനായിട്ട് വരും പിതാമഹൻ. നിന്റെ പിതാമഹന്റെ രാജസൂയം എന്ന യാഗത്തിൽ പ്രേമബന്ധന, പ്രേമത്താൽ ബന്ധത്തോടുകൂടിയ ബാന്ധവ ബന്ധുക്കൾ, തസ്യ അവന്റെ പരിചര്യായ ശുശ്രൂഷയിൽ ആസൻ ഏർപ്പെട്ടവരായി. മഹാത്മാവായിരിക്കുന്ന അങ്ങയുടെ പിതാമഹന്റെ രാജസൂയ മഹോത്സവത്തിൽ അദ്ദേഹത്തിന്റെ പേരിൽ യഥാർത്ഥ പ്രേമ നിമിത്തം ബന്ധിക്കപ്പെട്ടിരുന്ന ബന്ധുക്കൾ എല്ലാവരും യാഗനിർവഹണത്തിന് വേണ്ട ഓരോരോ കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ പരിശ്രമിച്ചു തുടങ്ങി. ഇനി ആ യാഗത്തില് എന്തൊക്കെയാണ് നടന്നത്, ഓരോരുത്തരും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന, യാഗമെല്ലാം കഴിഞ്ഞു, ഇനി അതിൽ എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഓരോ കർത്തവ്യങ്ങൾ ഉണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. ഋഷിർവാച പിതാമഹസ്യ തേ യജ്ഞേ രാജസൂയേ മഹാത്മനഃ ബാന്ധവ പരിചര്യായാം തസ്യാസൻ പ്രേമബന്ധനാകാം. ശ്ലോകം 4. ഭീമോ മഹാനാസാധ്യക്ഷോ ധനാധ്യക്ഷ സുയോധനഃ സഹദേവസ്തു പൂജായാം നകുലോ ദ്രവ്യസാധനേ. അപ്പൊ ഭീമന് എന്തോന്നായിരുന്നു ചുമതല രാജസൂയത്തിൽ? ഭീമഹ മഹാനസ അധ്യക്ഷ. മഹാനസ എന്ന് വെച്ചാൽ പാചകശാല. പാചകശാലയുടെ അധിപതിയാണ് ആര്? അധ്യക്ഷനാണ് ഭീമൻ. ധനാധ്യക്ഷ, ധനത്തിന്റെ ഭണ്ഡാരത്തിന്റെ അധിപതി ആരാണ്? സുയോധന. സുയോധന തന്നെ ദുര്യോധനന് തന്നെ പണമെല്ലാം കളക്ട് ചെയ്യാനും അതിനെ വിനിയോഗിക്കാനുമുള്ള ചുമതല ആർക്ക് കൊടുത്തു? ദുര്യോധനന് കൊടുത്തു. അപ്പോ സുയോധന ധനാധ്യക്ഷ. അപ്പൊ ഭണ്ഡാരത്തിന്റെ ചുമതല, അതായത് ഇത് നടത്താൻ മുതൽ സൂക്ഷിക്കുക, എല്ലാം ധനങ്ങളൊക്കെ സൂക്ഷിക്കുക, വേണ്ടവർക്ക് വേണ്ട വിധമൊക്കെ കൊടുക്കുക, ഇവ ദുര്യോധനെയാണ് ഏൽപ്പിച്ചത്. സഹദേവത്തു, സഹദേവനായിട്ട് പൂജയിൽ സഹദേവൻ വന്നവരെയൊക്കെ എതിരേറ്റ് സ്വീകരിക്കുന്നതാണ് സഹദേവൻ. പൂജിക്കുന്ന കാര്യത്തിൽ സഹദേവൻ ഏർപ്പെട്ടു. നകുലഹൻ ദ്രവ്യസാധനത്തിൽ, അതായത് ആവശ്യമുള്ള സാധനങ്ങൾ സംഭരിച്ചു കൊണ്ടുവരുന്നത് എന്റെ ചുമതല നകുലനായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ചുമതല ഏൽപ്പിച്ചു കൊടുത്തു. ഭീമോ മഹാനസാധ്യക്ഷോ ധനാധ്യക്ഷ സുയോധന സഹദേവസ്തു പൂജായാം നകുലോ ദ്രവ്യസാധനേ. ശ്ലോകം 5. ഗുരുശുശ്രൂഷണേ ജിഷ്ണോ കൃഷ്ണപദ അവനേജനേ പരിവേഷണേ ദുരുപദജ കർണോദാനേ മഹാമനാഹ. ഗുരു ശുശ്രൂഷണേ, ഗുരുക്കന്മാരുടെ ശുശ്രൂഷണത്തിൽ ജിഷ്ണുഹു അർജുനൻ. അപ്പൊ വരുന്ന ഗുരുക്കന്മാരെയെല്ലാം സ്വീകരിച്ച് അവരെ ശുശ്രൂഷിക്കുന്നത്, മഹാന്മാരായ സജ്ജനങ്ങൾക്ക് ചന്ദനാന് ലേപാദികളൊക്കെ കൊടുത്ത് ശുശ്രൂഷിക്കാൻ അർജുനൻ. പദ അവനേജനെ, കാൽ കഴുകുന്നത് കൃഷ്ണൻ. അപ്പൊ വരുന്നവരെ അവരുടെയൊക്കെ കാലൊക്കെ കഴുകുന്നത് അത് ഭഗവാനായിരുന്നു ചെയ്തിരുന്നത്. അപ്പോ സകല ലോകത്തിന്റെ നാഥനായ ഭഗവാൻ എന്ത് ജോലിയാണ് എടുത്തത്? വരുന്ന ആളുകളുടെ കാൽ കഴുകുന്ന ജോലിയാണ്. അപ്പൊ ഏത് ചെയ്യുന്നതിലും നമുക്ക് ഒരു ദുരഭിമാനവും വേണ്ട എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ വരുന്നവരുടെ കാല് കഴുകുന്ന ജോലിയാണ് ഭഗവാൻ എടുത്തത്. പരിവേഷണ
പരിവേഷണേ, അതായത് വിളമ്പിക്കൊടുക്കുന്നതിൽ ദ്രുപദജ, പാഞ്ചാലി. എല്ലാവർക്കും വിളമ്പിക്കൊടുക്കുന്നത് ആരാണ്? പാഞ്ചാലി. കാരണം എന്താണ്? പാഞ്ചാലി വിളമ്പുന്ന സാധനങ്ങൾ ഒരിക്കലും കുറവ് വരികയില്ല, തീരുകയില്ല. അതുകൊണ്ട് പദാർത്ഥങ്ങൾ തികഞ്ഞില്ല എന്ന ദോഷം വരികയില്ല. അതായത് വനവാസ കാലത്ത് അക്ഷയപാത്രം ഉണ്ടായിരുന്നല്ലോ. ആര് വന്നാലും ഇഷ്ടം പോലെ സാധനങ്ങൾ കൊടുക്കാം, ആഹാര സാധനം കൊടുക്കാം. പക്ഷെ പാഞ്ചാലി കഴിച്ചു കഴിഞ്ഞാൽ മാത്രം പിന്നെ അതിലൊന്നും അവശേഷിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാം ചിലവർ പറയില്ല, എല്ലാത്തിനും ഒരു നിറവ് വേണമെന്നല്ലേ? ആഹാരം പാകം ചെയ്യുന്നതിനും കൊടുക്കുന്നതിനും എല്ലാം ഒരു നിറവ് വേണം. പാഞ്ചാലിക്ക് അതുണ്ട്. അപ്പൊ പാഞ്ചാലി വിളമ്പിക്കൊടുത്താൽ ആർക്കും ഒരു കുറവും വരികയില്ല. മഹാമനാഹ കർണഹ ദാനേ, മഹാമനസ്കനായ, ദാനം ചെയ്യുന്നതിൽ ശ്രേഷ്ഠൻ കർണനാണ്. അപ്പൊ ദാനം ചെയ്യാൻ ആരെ ഏൽപ്പിച്ചു? കർണനെ ആണ് ഏൽപ്പിച്ചത്. ഉദാരശീലനായ കർണൻ ദാനം ചെയ്യാൻ കൊടുത്തത് അധികമായി എന്ന് കർണന് തോന്നുകയില്ല. എത്ര വേണമെങ്കിലും ദാനം കൊടുക്കാൻ കർണൻ തയ്യാറാണ്. അപ്പൊ കർണനെയാണ് അതിനെ ഏൽപ്പിച്ചത്. ഗുരു ശുശ്രൂഷണേ ജിഷ്ണോ കൃഷ്ണപദാവനേ ജനേ പരിവേഷണേ ദുർപദജ കർണോദാനേ മഹാമനാ. ശ്ലോകം 7-8. യുയുധാനോ വികർണശ്ച ഹാർദിക്യോ വിദുരാദയഃ ബാഹ്ലീഹപുത്ര പൂര്യാദ്യ ഏചേ സന്ദർദനാദയഃ നിരൂപിതാ മഹായജ്ഞേ നാനാകർമ്മസു തേ തഥാ പ്രവർത്തന്തെ സ്മ രാജേന്ദ്ര രാജ്ഞാ പ്രിയ ചികീർഷവഃ. ഇനി യുധാനൻ സാത്വികി, വികർണനും ഹാർദിക്യൻ വിദുരാദികൾ പൂരി മുതലായ ബാഹ്ലീഹ പുത്രന്മാർ സന്ദർദൻ മുതലായവർ ആരൊക്കെയാണോ തേ അവർ തഥാ അപ്പോൾ മഹായാഗത്തിൽ നാനാകർമ്മങ്ങളിൽ നിരൂപിത അവരെ ഏർപ്പെടുത്തി. അവരെ ഓരോ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ചുമതലകൾ ഏർപ്പെടുത്തി. ആരേക സാത്വികി, വികർണൻ, കൃതവർമാവ്, വിതുരൻ, ബാഹ്ലീക പുത്രന്മാരായ ഭൂരി, ശ്രവസ്, സന്ദർദനാദികൾ ഇവരെല്ലാം ഓരോരോ കർമ്മത്തിൽ ഏർപ്പെടുത്തി. രാജേന്ദ്ര, ഹേ രാജശ്രേഷ്ഠ, രാജ്ഞക, രാജാവിന്റെ പ്രിയ ചികീർഷവ, പ്രിയത്തെ ചെയ്യാൻ ഇച്ഛിക്കുന്നവരായിട്ട് പ്രവർത്തന്തേ സ്മ, പ്രവർത്തിക്കുകയും ചെയ്തു. രാജാവിന്റെ എന്താണ് രാജാവ് പറയുന്നത് അതെല്ലാം ചെയ്യാൻ എല്ലാവരും സന്നദ്ധരായിരുന്നു. 6-7 ഒന്നുകൂടെ വായിക്കാം. യൂധാനോ വികർണശ്ച ഹാർദിക്യോ വിദുരാദയഃ ബാഹ്ലീഹപുത്ര പൂര്യാദ്യ ഏചേ സന്ദർദനാദയഃ നിരൂപിതാ മഹായജ്ഞേ നാനാകർമ്മസു തേ തഥാ പ്രവർത്തന്തെ സ്മ രാജേന്ദ്ര രാജ്ഞാ പ്രിയ ചികീർഷവ. ശ്ലോകം 8. സദസ്യ ബഹുവിത്സു സുഹൃത്തമേഷു ശിഷ്ടേഷു സുനൃത സമർഹണ ദക്ഷിണാഭി ചൈദ്യേ ച സാത്വത പദേ ചരണം പ്രവിഷ്ടേ ചക്രുസ്തദസ്തു അവഭൃത സ്നപനം ദുനദ്യാം. ഋത്വിക് സദസ്യ ബഹുവിത്സു, ഋത്തുക്കൾ സദസ്യന്മാർ, ജ്ഞാനികൾ ഇവരും സുഹൃത്തമേഷു അത്യന്തം പ്രിയപ്പെട്ടവരും സുഹൃത്തുക്കളും ശിഷ്ടേഷു സുനിർത സമർഹണ ദക്ഷിണാദിവി, സുനിർതം നല്ല വാക്യങ്ങൾ, അലങ്കാരാദി, ദാനം, ദക്ഷിണ ഇവയാൽ സൃഷ്ടേഷു നന്നായി പൂജിക്കപ്പെട്ടിരിക്കും വിഷയത്തിൽ. അപ്പൊ വന്നിരിക്കുന്ന ഋത്തുക്കള്, സുഹൃത്തുക്കൾ എല്ലാ പേർക്കും നല്ല അലങ്കാരം, പിന്നെ നല്ല വാക്യങ്ങളൊക്കെ അവരോട് പറഞ്ഞ് ദക്ഷിണയൊക്കെ കൊടുത്ത് അവരെ പൂജിച്ചു. ചൈദ്യേ ശിശുപാലൻ സാത്വതാമ്പതേ ഭഗവാന്റെ ചരണം പാദത്തെ പ്രവിഷ്ടേ പ്രവേശിക്കും വിഷയത്തിൽ തതഹതു അനന്തരം ദ്വിനദ്യാം ദേവനദിയിൽ അവഭൃത സ്നപനം ദീക്ഷാന്ത സ്നാനം ചക്രു ചെയ്തു. അപ്പോൾ യാഗാദി കർമ്മം നടത്തുന്ന ഋത്തിക്കുകളെയും സുഹൃത്തുക്കളെയും യോഗ്യന്മാരായ സഭാവാസികളെയും ജ്ഞാനികളെയും പ്രിയവാക്യം പറഞ്ഞും വിശേഷ സംഭാവനകൾ കൊടുത്ത് ദക്ഷിണ കൊടുത്ത് വേണ്ടവിധം അവരെല്ലാം
പൂജിച്ചു. അപ്പൊ ശിശുപാലന് നേരത്തെ പറഞ്ഞു ഭഗവത് സാരൂപ്യം പ്രാപിച്ചു അല്ലേ? ശിശുപാലൻ ഭഗവാനെ ആക്ഷേപിച്ചു, ഭഗവാൻ സുദർശന ചക്രം കൊണ്ട് തലയറുത്തു, അപ്പോൾ അവന് സായുജ്യമുക്തി കിട്ടി. സായുജ്യമല്ല, സാരൂപ്യം, കാരണം തിരിച്ച് വൈകുണ്ഠത്തിലാണ് പോയത്. ഇങ്ങനെയെല്ലാം നിർവിഘ്നം യാഗസമാപ്തി വന്നതിന് ശേഷം ഗംഗാ നദിയിൽ ചെന്ന്, അത് യാഗം നടത്തി കഴിഞ്ഞാൽ അവസാനം അതിനെ അവഭൃത സ്നാനം എന്ന് പറയും. നദിയിൽ കുളിക്കണം. അപ്പൊ അവിടെ ഗംഗാ നദിയിൽ ചെന്ന് യാഗാനന്തരം സ്നാനം എന്ന മംഗളകൃത്യം എല്ലാവരും നിർവഹിച്ചു. ഋത്വിക് സദസ്യ ബഹുവിത്സ് സുഹൃത്തമേഷു ശിഷ്ടേച്ച് സുനിർദ സമർഹണ ദക്ഷിണാദി ചൈദ്യേച്ച സാത്വത പദേശ്ചരണം പ്രവിഷ്ടേ ചക്രുസ്തതസ്തു അവഭൃത സ്നപനം ദ്വിനദ്യാം. ശ്ലോകം 9. മൃദംഗശങ്കപണവ തുന്ദുര്യാനക ഗോമുഖാഹ വാദിത്രാണി വിചിത്രാണി നേതുർ അവഭൃതോത്സവേ. അപ്പോ യാഗം അവസാനിച്ചപ്പോൾ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? വാദ്യങ്ങൾ ഘോഷിച്ചു. ഏതൊക്കെ? മൃദംഗം, ശംഖം, പണവം, തുന്തുരി, ആനകം, ഗോമുഖം മുതലായ വാദിത്രാണി വാദ്യങ്ങൾ, വിചിത്രാണി എങ്ങനെയുള്ള ബഹുവിധങ്ങളായ വാദ്യഘോഷങ്ങൾ നേതു ശബ്ദിച്ചു. അവഭൃതോത്സവേ, ആ അവഭൃത സ്നാന മഹോത്സവത്തിൽ ഇതുപോലുള്ള വാദ്യഘോഷങ്ങളെല്ലാം ശബ്ദിച്ചു. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. മൃദംഗശങ്കപണവ തുന്തുര്യാനക ഗോമുഖാഹ വാദിത്രാണി വിചിത്രാണി നേതുരവഭൃതോത്സവേ. ശ്ലോകം 10. നർത്തക്യോ നനുർഹൃഷ്ട ഗായകായൂധശോജഗു വീണാ വേണു സ്ഥലോന്നാദ സ്തേഷാം സ ദിവം അസ്പൃശത്. നർത്തകികൾ നനുർദുർ ഹൃഷ്ട ഹർഷയുക്തകളായി നനുർദുർ നർത്തനം ചെയ്തു. ഗായക പാട്ടുകാർ യൂദശ സംഘത്തോടെ ജഗു ഗാനം ചെയ്തു. തേഷാം അവരുടെ സ വീണാ വേണു തലോന്നാദ വീണാവേണു തലങ്ങളിൽ നിന്ന് പുറപ്പെട്ട ആ ഉച്ചശബ്ദം ദിവം സ്വർഗത്തെ സ്പർശിച്ചു. അപ്പൊ ദേവദാസികള് സന്തോഷയുക്തകളായി നർത്തനം ചെയ്തു, പാട്ടുപാടി. അവർ വാദ്യങ്ങളോടനുസരിച്ച് പാട്ടൊക്കെ പാടി. വീണ വേണു മുതലായ വാദ്യങ്ങളിൽ നിന്നും താളങ്ങളിൽ നിന്നും പുറപ്പെടുന്ന വലിയ ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങി. നർത്തക്യോ നരദുർഹൃഷ്ട ഗായകായൂധശോജഗു വീണാവേണു തലോന്നാദ തേഷാം സദിവം അസ്പൃശത്. ശ്ലോകം 11. ചിത്രധ്വജ പതാകാഗ്രൈർ ഇഭേന്ദ്ര സെന്തനാർവഭി സ്വലങ്കൃതൈർഭടൈർഭൂവ നിർയയു രുക്മമാലിനഃ. ചിത്രധ്വജ പതാകാഗ്രൈർ ഇഭ ഇന്ദ്രസ്യന്തന അർവഭി. ഭൂവ രാജാക്കന്മാർ രുക്മമാലിനഃ സ്വർണമാലകൾ ധരിച്ചവരായി ചിത്രധ്വജ പതാകാഗ്രൈഹി അഗ്രത്തിൽ ചിത്രധ്വജ പതാകകളോടുകൂടിയ കൊടിക്കൂറകളോടുകൂടിയ ഇഭേ ഇന്ദ്ര ആന സെന്തന തേറ് അർബുഭി കുതിരകളോടും കൂടി സ്വലങ്കൃത നന്നായി അലങ്കരിക്കപ്പെട്ട ഭടന്മാരോടുകൂടി നിറയയോ പുറപ്പെട്ടു. അപ്പൊ യാഗത്തിന് വന്ന രാജാക്കന്മാർ സ്വർണമാലകൾ അണിഞ്ഞുകൊണ്ട് അനേക നിറത്തിലുള്ള കൊടിക്കൂറകൾ മുമ്പിൽ പിടിച്ചുകൊണ്ട് ആന, തേർ, കുതിര, കാലാട് എന്നീ 4 വിധ സൈന്യങ്ങളോട് ചേർന്നുകൊണ്ട് ഗംഗയിലേക്ക് പുറപ്പെട്ടു. അപ്പൊ എല്ലാവരും യാഗം കഴിഞ്ഞിട്ട് കുളിക്കണം, ഗംഗയിൽ കുളിക്കണം, അതിനുവേണ്ടി പുറപ്പെട്ടു. ചിത്രധ്വജ പതാകാഗ്രൈ ഇഭേന്ദ്രസ്യന്തനാർവഭി സ്വലങ്കൃതൈർഭടൈർഭൂവം നിർയയോ രുക്മമാലിനഃ. ശ്ലോകം 12. യദുസൃഞ്ജയ കാംബോജ കുരുകേകേയ കോസലാഹ കമ്പയന്തോ ഭുവം സൈന്യൈർ യജമാന പുരസരാഹ. യദുസൃഞ്ജയ കാംബോജ, യദുക്കൾ സൃഞ്ജയന്മാർ, കാംബോജന്മാർ, കുരുക്കൾ, കേകയന്മാർ, കോസലന്മാർ ഇവർ യജമാന പുരസര യജമാനരായ
യുധിഷ്ഠിരനെ മുമ്പിൽ നടത്തിക്കൊണ്ട് സൈന്യങ്ങളെ കൊണ്ട് ഭൂമിയെ കമ്പയന്ത വിറപ്പിച്ചുകൊണ്ട് നിറയു പുറപ്പെട്ടു. അപ്പൊ എല്ലാവരും യുധിഷ്ഠിരനെ മുന്നടത്തിക്കൊണ്ട് ഘോഷയാത്രയായി സൈന്യങ്ങളുടെ ആർപ്പുവിളികളോടെ അപഭൃത സ്നാനത്തിനായി ഗംഗയിലേക്ക് പുറപ്പെട്ടു. യഥസൃഞ്ജയ കാംബോജ കുരുകേകേയ കോസലാഹ കമ്പയന്തോ ഭുവം സൈന്യർ യജമാന പുരസരാഹ. ശ്ലോകം 13. സദസ്യൈർഥിക് ദ്വിജശ്രേഷ്ഠ ബ്രഹ്മഘോഷേണ ഭൂയസ ദേവർഷി പൃഥുഗന്ധർവ തുഷ്ടുവു പുഷ്പവർഷിണക. സദസ്യ ഋത്വിക് ദ്വിജശ്രേഷ്ഠ, സദസ്യർ ഋത്വിക്കുകൾ യാഗം നടത്തുന്നവർ മുതലായ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ ഭൂയസ അധികമായ ബ്രഹ്മഘോഷേണ മന്ത്രഘോഷത്തോടുകൂടി അവർ മന്ത്രങ്ങളൊക്കെ പറഞ്ഞ് വേദമന്ത്രങ്ങൾ ഉച്ചരിച്ച് നിറയു പുറപ്പെട്ടു. ദേവർഷി പിതൃഗന്ധർവ, ദേവന്മാർ ഋഷികൾ ഗന്ധർവന്മാർ ഇവർ പുഷ്പവർഷം ചെയ്ത് തുഷ്ടുവു യുധിഷ്ഠിരനെ പ്രശംസിച്ചു. സദസ്യൈർഥിക് ദ്വിജശ്രേഷ്ഠ ബ്രഹ്മഘോഷേണ ഭൂയസ ദേവർഷി പിതൃഗന്ധർവ തുഷ്ടുവു പുഷ്പവർഷിണഃ. ശ്ലോകം 14. സ്വലംകൃത നരാനാര്യോ ഗന്ധശ്രക്ഭൂഷണാംബരൈഃ വിലിംബന്ത്യോ അഭിഷഞ്ജന്ത്യോ വിജഹ്രൂർവിവിധൈരസൈഃ. സ്വലംകൃത നരാനാര്യോ ഗന്ധശ്രക്ഭൂഷണാംബരൈ, ഗന്ധ എന്നുവെച്ചാൽ ചന്ദനം, ശ്രഗ് മാല, ഭൂഷണം ആഭരണം, അംബര വസ്ത്രം, ഇവ കൊണ്ട് സ്വലംകൃത നന്നായി അലങ്കരിക്കപ്പെട്ട നരാഹ നാര്യക പുരുഷന്മാരും സ്ത്രീകളും വിലിംബന്ത്യ വിലേപനം ചെയ്യുന്നവരും. സ്ത്രീകള് പുരുഷന്മാരൊക്കെ ദേഹത്തിൽ ചന്ദനമൊക്കെ പൂശി തലയിൽ മാലകൾ കെട്ടി നല്ല നിറമുള്ള വസ്ത്രങ്ങൾ ആഭരണങ്ങൾ ധരിച്ച് അലങ്കരിച്ചുകൊണ്ട് അന്യോന്യം ചന്ദനം പൂശിക്കൊടുത്തും അഭിഷിഞ്ചന്തി അഭിഷേകം ചെയ്യുന്നവരായിട്ട് വിവിധമായ ദ്രവ്യങ്ങളെ കൊണ്ട് അന്യോന്യം അഭിഷേകം ചെയ്തുകൊണ്ട് വിവിധൈഹി ബഹുവിധങ്ങളായ രസങ്ങൾ കൊണ്ട് വിജഹ്രു വിഹരിച്ചു. അപ്പൊ അവര് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചന്ദനമൊക്കെ ലേപനമൊക്കെ ചെയ്ത് വളരെ സന്തോഷത്തോടുകൂടി കുളിച്ചു. വെള്ളത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നാനം ചെയ്യാൻ പോവുകയില്ല. അപ്പൊ ദേഹത്തിലൊക്കെ ചന്ദനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൂശിക്കൊടുത്ത് അവരോരുമൊക്കെ പൂശി. അപ്പൊ അങ്ങനെ അവര് ലേപനം ചെയ്ത് കളിച്ചു. സ്വഗലംകൃത നരാനാര്യോ ഗന്ധഭൂഷണാംബരൈഃ വിലിംബന്ത്യോ അഭിഷഞ്ജന്ത്യോ വിജഹ്രു വിവിധൈരസൈഃ. ശ്ലോകം 15. തൈലഘോരസഗന്ധോദ ഹരിദ്ര സാന്ദ്ര കുങ്കുമൈഃ പുംഭിർലിപ്ത പ്രലിംബന്ത്യോ വിജഹ്രു വാരയോഷിതഃ. അവര് എങ്ങനെയൊക്കെ ആഘോഷിക്കുന്നതെന്നുള്ളതാണ്. തൈലം എണ്ണ, ഗോരസം തൈര്, ഗന്ധോദ ചന്ദനം, ഹരിദ്ര മഞ്ഞ, സാന്ദ്ര കുങ്കുമ കലക്കിയ വെള്ളം, ഇതൊക്കെ കലക്കിയ തൈര് ചന്ദനം മഞ്ഞളൊക്കെ കലക്കിയ വെള്ളത്തിന് എന്ത് ചെയ്തു? പുംഭി പുരുഷന്മാരാൽ ലിപ്ത ലേപനം ചെയ്യപ്പെട്ട വാരയോഷിത വാരസ്ത്രീകൾ. അപ്പൊ ഇതൊക്കെ കലക്കിയ വെള്ളം മംഗളസൂചകമായ ദ്രവദ്രവ്യ പദാർത്ഥങ്ങൾ പുരുഷന്മാർ വാരസ്ത്രീകളുടെ ദേഹത്തിൽ കോരിയൊഴിച്ചു. പ്രലിംബന്ത പ്രകർഷേണ ലേപം ചെയ്യുന്നവരായി വിജഹ്രു വിഹരിച്ചു. അവരുടെ ദേഹങ്ങൾ മുഴുവനും തേച്ചുകൊണ്ട് ചിരിച്ച് രസിച്ച് കളിച്ച് അങ്ങനെ പോവുകയാണ്. തൈലഘോരസ അതായത് എണ്ണ, തൈര്, ചന്ദനം, മഞ്ഞള്, കുങ്കുമം ഇവയൊക്കെ കലക്കിയ വെള്ളം അത് മംഗളസൂചകമാണെന്നാണ് കരുതുന്നത്. അപ്പൊ അതിനെ എല്ലാവരുടെ ദേഹത്തൊക്കെ തളിച്ച് അവർ സന്തോഷിക്കുകയാണ്. തൈലഘോരസഗന്ധോദ ഹരിദ്ര സാന്ദ്ര കുങ്കുമൈഃ പുംഭിർലിപ്ത പ്രലിംബന്ത്യോ വിജഹ്രുവാരയോഷിതഃ. ശ്ലോകം 16. ഗുപ്താ നൃഭിർനിരഗമൻ ഉപലപ്തമേത ദേവ്യോ യഥാ ദിവി വിമാനവരൈർനൃദേവ്യ താമാതുലേയ സഖിഭി പരിഷിജ്യമാന സവ്രീഡഹാസ
വികസത് വദനാവിരേജു ഗുപ്ത നൃഭിർ നിരഗമൻ ഉപലബ്ധം ഏതത് ദേവ്യോ യഥാ ദിവി വിമാനവരൈർ നൃദേവ്യ. ദിവി ആകാശത്തിൽ വിമാനവരൈ ശ്രേഷ്ഠങ്ങളായ വിമാനത്തോടു കൂടിയ ദേവ്യൈ യഥ ദേവസ്ത്രീകൾ എന്ന പോലെ നൃദേവ്യ രാജസ്ത്രീകൾ നൃപി ആളുകളാൽ ഗുപ്ത രക്ഷിക്കപ്പെട്ടവരായി. അപ്പോ അപവൃത സ്നാനം കാണാൻ വേണ്ടി ശ്രേഷ്ഠങ്ങളായ വിമാനങ്ങളിൽ ഇരുന്ന് ആകാശത്തിൽ ദേവസ്ത്രീകൾ വന്നു നിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ സുന്ദരികളായ രാജപത്നിമാരും ഭടന്മാരാൾ വാഹനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ മഹോത്സവം കാണാൻ ഗംഗാതീരത്തേക്ക് പോയിരുന്നു. ഗുപ്ത രക്ഷിക്കപ്പെട്ടവരായി ഇതിനെ ഉപലബ്ധം കാണാനായിക്കൊണ്ട് നിരഗമൻ പോയി. താഹ അവർ മാതുലേയ സഖിബി അമ്മാവന്റെ മകനാലും അതായത് കൃഷ്ണനാലും സഖികളാലും പരിഷിജ്യമാന പരിഷേചനം ചെയ്യുന്നവരായി, അതായത് ചന്ദനാദി ലേപനങ്ങൾ കൊണ്ട് അവരെ അഭിഷേകം ചെയ്യുന്നവരായി, സവ്രീഡ ഹാസ വികസത് വദന ലജ്ജാസഹിതമായ ഹാസത്താൽ വികസിച്ച മുഖങ്ങളോടുകൂടി വിരാജിച്ചു. അപ്പോൾ കൃഷ്ണനും അർജുനൻ ഭീമസേന മുതലായവരെല്ലാം ചന്ദനദ്രവ്യങ്ങൾ കൊണ്ട് എല്ലാവരെയും അഭിഷേകം ചെയ്യുകയാണ്. അപ്പോൾ സന്തോഷാധിക്യം കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ലജ്ജയോടുള്ള നോട്ടത്തോട് വികസിച്ച മുഖത്തോടു കൂടിയതായി അവർ വിശേഷവിധിയായി ശോഭിച്ചു. അപ്പൊ എല്ലാവർക്കും സന്തോഷമായി. ഗുപ്താനൃഭിർനിരഗമന്നു ബലപ്തമേതത് ദേവ്യോ യഥാ ദിവി വിമാനവരൈർനൃദേവ്യ താമാതുലേയ സഖിഭി പരിഷിജ്യമാന സപ്രീഡഹാസ വികസത് വദന വിരേജു. ശ്ലോകം 17. താ ദേവരാനുത സഖീൻ ശിശിചുർ ധൃതീഭി ക്ലിന്നാംബരോ വിവൃതഗാത്ര കുജോരുമധ്യ ഔത്സുക്യമുക്ത കബരാത് ചവമാനമാല്യാം ക്ഷോഭം ദതുർമലധിയാം രുചിരൈർ വിഹാരൈ. താഹ അവർ ദേവരാൻ ഭർത്തൃ സഹോദരന്മാരെയും സഖീനുത സഖികളെയും തൃതീഭി ജലയന്ത്രങ്ങൾ കൊണ്ട് ഛേചനം ചെയ്തു. അപ്പൊ അവരുടെ കയ്യില് തോൽ പീച്ചാങ്കുഴൽ, അതായത് വെള്ളം അടിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിന് പീച്ചാങ്കുഴൽ എന്ന് പറയും. അതിൽ വെള്ളം എടുത്തിട്ട് അവരടിച്ചു കൊടുക്കും, എല്ലാവരുടെ സ്ഥലത്തും എല്ലാവരുടെ ദേഹത്തും അടിച്ചു കൊടുക്കും. ഭർത്തൃ സഹോദരന്മാരുടെ അവരുടെ ഇഷ്ടന്മാരെയും എല്ലാം അവര് നനച്ചു. അങ്ങനെ ക്ലിന്നാംബര നനഞ്ഞ വസ്ത്രങ്ങളോട് കൂടിയവരും വിവൃത ഗാത്ര കുജോരു മധ്യ വ്യക്തമായി കാണപ്പെട്ട ദേഹം, കുജങ്ങൾ, തുടകൾ, മദ്യം ഇവയോട് കൂടിയവർ, അതായത് സ്ത്രീകളുടെ ദേഹം മുഴുവൻ നനഞ്ഞു. അപ്പോഴെന്ത് ചെയ്തു? വസ്ത്രമെല്ലാം ദേഹത്തോട് ഒട്ടിപ്പിടിക്കും. അപ്പൊ അങ്ങനെ അവരുടെ ദേഹമെല്ലാം നല്ലവണ്ണം കാണാം. കുജങ്ങളും തുടകളും മധ്യഭാഗവും എല്ലാം നന്നായിട്ട് കാണാം. കുളിക്കാൻ ഇറങ്ങുമ്പോൾ തുണി വെള്ളം നനയുമ്പോൾ എങ്ങനെ ദേഹം മൊത്തം കാണൂലേ, അതുപോലെ. ഔത്സുക്യമുക്ത കപരാ ഔത്സുക്യം നിമിത്ത അഴിഞ്ഞ തലമുടിയിൽ നിന്ന് മാല്യ വീഴുന്ന മാലകളോട് കൂടിയവരായി രുചിരൈ മനോഹരങ്ങളായ വികാരൈ കളികൾ കൊണ്ട് മലതിയ കാമുകന്മാർക്ക് ക്ഷോഭം മനക്ഷോഭത്തെ ചെയ്തു. അപ്പൊ ഇവരെന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും ബീച്ചാങ്കുഴലിലെ വെള്ളമൊക്കെ അടിച്ച്, അപ്പൊ അവരുടെ ശരീരഭാഗങ്ങളെല്ലാം കാണാം. അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം നനയ്ക്കാൻ പരിശ്രമിച്ചുകൊണ്ട് അവരുടെ നേരെയുള്ള സ്നേഹാതിശയം കൊണ്ട് തലമുടി അഴിഞ്ഞപ്പോൾ അതിൽ ധരിച്ചിരുന്ന മാലകള് പുഷ്പങ്ങളൊക്കെ കൊഴിഞ്ഞ് വീണു തുടങ്ങി. ഇങ്ങനെ ഉല്ലാസകരമായ കളികൾ കൊണ്ട് കാമുകന്മാരുടെ മനസ്സിനെ ചാഞ്ചല്യമുണ്ടാക്കി തീർത്തു. താ ദേവരാനുദസഖീൻ ശിശുചുർ തൃതീഭി ക്ലിന്നാംബര വിവൃതഗാത്ര കുജോരു മധ്യാഹ ഔത്സുക്യമുക്ത കപരാത് ചവനമാനമാല്യ ക്ഷോഭം ദുർമലധിയാം രുചിരൈ വിഹാരൈ. ശ്ലോകം 18. ശ്ലോകം 18. സമ്രാഡൃതമാരൂഢ സദശം രുക്മമാലിനം വിരോചത സ്വപത്നീഭി ക്രിയാഭി ക്രതുരാടിവാം. സഹ സമ്രാട്ട് രഥമാരൂഢ
സദശ്വം രുക്മമാലിന്യം. സമ്രാട്ട്, ചക്രവർത്തിയായ സഹ അവൻ, അതായത് ചക്രവർത്തിയായ യുധിഷ്ഠിരൻ, സദശ്വം നല്ല കുതിരകളോട് കൂടിയതും രുക്മമാലിനം സ്വർണമാലകളോട് കൂടിയതുമായ രഥം തേരിനെ സ്വപത്നീഭി സ്വഭാര്യമാരോടുകൂടി ആരൂഢം കയറിയിട്ട് രഥത്തിൽ കയറി ക്രിയാഭി ക്രിയകളോടുകൂടിയ ക്രതുരാടിവ രാജസൂയം എന്ന പോലെ വിരോചത വിശേഷേണ ശോഭിച്ചു. നല്ല കുതിരകളെ പൂട്ടി സ്വർണമാലകൾ കൊണ്ട് അലങ്കരിച്ച രഥത്തിൽ ഭാര്യമാരോടുകൂടി കയറിയിരുന്ന ചക്രവർത്തിയായ ധർമ്മപുത്രൻ പത്നിമാരോടുകൂടിയ രാജസൂയ മഹായജ്ഞം മൂർത്തി ധരിച്ചു വന്നിരിക്കുകയാണോ എന്ന് തോന്നുമാറ് ശോഭിച്ചു. നല്ല അലങ്കരിച്ചിരുന്നപ്പോൾ അത് എന്തോ രാജസൂയം മൂർത്തി ധരിച്ചു വന്നിരിക്കുകയാണോ, രാജസൂയ മഹായജ്ഞം മൂർത്തി ധരിച്ചു വന്നിരിക്കുകയാണോ എന്ന് തോന്നും യുധിഷ്ഠിരനെ കണ്ട. സാമ്രാജ്യതമാരൂഢ സദശ്യം രുക്മമാലിനം വിരോചത സ്വപത്നീഭി ക്രിയാഭി ക്രതുരാടിവ. ശ്ലോകം 19. പത്നി സംയാജ അവഭൃത്യൈ ചരിത്വാ തേ തമൃദ്ധിജ ആജാന്തം സ്നാപയാ ചക്രോർ ഗംഗായാം സഹ കൃഷ്ണയാം. പത്നി സംജ്ഞായ അവഭൃത്യൈ, പത്നി സംജ്ഞായ അവഭൃത്യ, പത്നിയോടുകൂടി അവഭൃത സംബന്ധിയായ കർമ്മ ഇവ കൊണ്ട് ചരിത്വം അനുഷ്ഠിച്ചിട്ട്, അപ്പോൾ ഋത്വിക്കുകൾ യുധിഷ്ഠിരനെ കൊണ്ട് പത്നിയോടുകൂടി യാഗത്തെയും ദീക്ഷാനന്തര സ്നാനസമയത്തിൽ ചെയ്യേണ്ട വിശേഷ വിധികളെയും പാഞ്ചാലി സഹിതനായി ചെയ്തു. അപ്പോൾ യാഗം നടത്തുമ്പോൾ പത്നിയും കൂടെ വേണമെന്നാണ്. എന്നിട്ട് ഗംഗയിൽ സ്നാനം ചെയ്യിപ്പിച്ചു. ഋത്വിജ ആ ഋത്വിക്കുകൾ അവനെ ഗംഗായാം ഗംഗയിൽ കൃഷ്ണയാ സഹ, ഇവിടെ കൃഷ്ണയാ എന്ന് വെച്ചാൽ പാഞ്ചാലി എന്നാണ്. പാഞ്ചാലിയോടുകൂടി ആചാന്തം ആചമനം ചെയ്യിപ്പിച്ചിട്ട് സ്നാപയാ ചക്രു സ്നാനം ചെയ്യിപ്പിച്ചു. അപ്പോൾ യാഗാദി കർമ്മങ്ങളെല്ലാം പത്നിയോടുകൂടി പാഞ്ചാലിയോടുകൂടി ചെയ്യിപ്പിച്ചിട്ട് അവസാന സ്നാനവും ചെയ്യിപ്പിച്ചു. പത്നി സംയാജ അവഭൃത്യൈ ചരിത്വാ തേ തം ഋത്വിജഃ ആചാന്തം സ്നാപയാ ചക്രോർ ഗംഗായാം സഹ കൃഷ്ണയാം. ശ്ലോകം 20. ദേവദുന്ദുഭയോനേതോർ നരദുന്ദുഭി സമം മുമുജു പുഷ്പവർഷാണി ദേവർഷി പിതൃമാനവാഹ. നരദുന്ദുഭിഹി സമം നരദുന്ദുഭിഹി സമം മനുഷ്യദുന്ദുഭികളോടുകൂടി ദേവദുന്ദുഭയ ദേവദുന്ദുഭികൾ നേതു ശബ്ദിച്ചു. അതായത് മനുഷ്യലോകത്തിലുള്ള ദുന്ദുഭികൾ വാദ്യഘോഷങ്ങൾ പ്രയോഗിച്ച സമയത്ത് തന്നെ ദേവന്മാരും അവരുടെ വാദ്യങ്ങൾ മുഴക്കി. ആകാശത്തുനിന്നും വാദ്യങ്ങൾ മുഴക്കി. ദേവർഷി പിതൃമാനവാഹ, ദേവന്മാര്, ഋഷിമാര്, പിതൃക്കൾ, മനുഷ്യർ, പുഷ്പവർഷാണി പുഷ്പവർഷങ്ങളെ മോചിപ്പിച്ചു. അപ്പൊ എല്ലാവരും സന്തോഷ സൂചകമായി പുഷ്പവൃഷ്ടി നടത്തി. അവവ്രത സ്നാനം ചെയ്തു കഴിഞ്ഞപ്പോൾ എല്ലാവരും പുഷ്പവൃഷ്ടി നടത്തി. എല്ലാവർക്കും സന്തോഷമായി. ദേവദുന്ദുഭയോനേതോർ നരദുന്ദുഭി സമം മുമുജു പുഷ്പവർഷാണി ദേവർഷി പിതൃമാനവാഹ. ഇത്രയും ഇന്ന് ഇതുവരെ മതി. ബാക്കി അടുത്ത ക്ലാസ്സിൽ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്.